സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായമായിട്ടുള്ള വിജ്ഞാന യോഗം, ആ വിജ്ഞാനയോഗ എന്ന് പറയുന്ന അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇവിടെ അറിയേണ്ടതായിട്ട് മറ്റൊന്നുമില്ല. അപ്പോൾ ഏതൊരു വിദ്യയെയാണോ നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു ജ്ഞാനത്തെയാണോ അറിയേണ്ടത്, ആ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് മറ്റ് എല്ലാവിധത്തിലുള്ള ജ്ഞാനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സ്വാംശീകരിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അതിലൂടെ വിഹരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഒരു അറിവിനെ അറിയേണ്ടൊരറിവുണ്ട്. ആ അറിയേണ്ടൊരറിവിനെ അറിയുവാൻ വേണ്ടിയിട്ടാണ് മറ്റെല്ലാ അറിവുകളും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, എന്താണോ അറിയേണ്ടത് അതിനെ അറിയാതെ അതിലേക്കെത്തുവാൻ വേണ്ടിയിട്ട് നാം ആശ്രയിക്കുന്ന അറിവുകൾ, അറിയേണ്ടതിലേക്കെത്തുവാൻ വേണ്ടിയിട്ട് നാം ആശ്രയിക്കുന്ന അറിവുകളാണ് യഥാർത്ഥ അറിവുകൾ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു. പക്ഷെ അറിയേണ്ടതിനെ അറിയുവാൻ സാധിക്കുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും ദുര്യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ അറിവിനെ അറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ട് ഇല്ല. ആ അറിവിനെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ആചാര്യഭാവത്തിൽ നിന്നുകൊണ്ട് അർജുനന്മാരായിട്ടുള്ള നമ്മളോരോരുത്തരോടും പറയുന്നത്. ഇവിടെ 3-ാമത്തെ ശ്ലോകം, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാം അപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ 3-ാമത്തെ ശ്ലോകം. സിദ്ധിക്കായിക്കൊണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥ അറിവിനെ അറിയുന്നതിനായിക്കൊണ്ട് എന്നെടുക്കണം. യഥാർത്ഥ അറിവിനെ അറിയുന്നതിനായിക്കൊണ്ട് അനേകായിരം ആളുകൾ അനേകം വിധത്തിൽ അനേകം മാർഗങ്ങളിലൂടെ അനേകം ഗ്രന്ഥങ്ങളിലൂടെ അനേകം ആചാര്യന്മാരിലൂടെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അനേകം ആളുകൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനെ? അറിയേണ്ടതിനെ അറിയുവാൻ. പക്ഷേ ഈ അനേക മാർഗങ്ങളിൽ ഏകമാർഗം എന്ന് പറയുന്നില്ല. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഏതൊരറിവിനെയാണോ നമ്മൾ അറിയേണ്ടത്
ആ അറിവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇന്ന മാർഗത്തിൽ കൂടെ മാത്രം പോകണം എന്ന് ഭാരതീയ ദർശനങ്ങളൊന്നും പറയുന്നില്ല. ഏത് മാർഗങ്ങളിലൂടെയും പോവാം, ധാർമ്മികമായിരിക്കണം ആ മാർഗങ്ങളെല്ലാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ധാർമ്മികമായ മാർഗങ്ങളിലൂടെ ആ അറിയേണ്ടതായിട്ടുള്ള അറിവിനെ അറിയുന്നതിനു വേണ്ടി ഏത് മാർഗങ്ങളിലൂടെയും ധർമ്മമാർഗത്തിലൂടെ, ധാർമ്മികമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മാർഗങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ പോലും എത്തിച്ചേരുന്നത് ആ അറിവിൽ തന്നെയാണ് എന്നാണ്. അപ്പോൾ ഇന്ന മാർഗത്തിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ, ഇന്ന ഗ്രന്ഥത്തെ ആശ്രയിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ, ഇന്ന ആചാര്യൻ ലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ, ഇന്ന സമ്പ്രദായത്തിൽ കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊന്നില്ല. ലക്ഷ്യം പരമമായിട്ടുള്ള അറിവാണ്. മാർഗം ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഏത് മാർഗത്തെയും സ്വീകരിക്കാം, ഏതു മാർഗത്തിലൂടെയും മുന്നോട്ട് പോകാം. പക്ഷേ സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ധർമ്മം ഉണ്ടാവണം. ധാർമ്മികമായ അനാചാരങ്ങളിലൂടെയും അശുദ്ധമായിട്ടുള്ള മാർഗങ്ങളിലൂടെയും അബദ്ധ മാർഗങ്ങളിലൂടെയും ഒന്നും സഞ്ചരിക്കാൻ പാടില്ല ആ അറിവിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്. മറിച്ച് ധാർമ്മികമായ മാർഗത്തിലൂടെ ഏത് മാർഗത്തിലൂടെയും മുന്നോട്ട് പോകാം, ഏത് സമ്പ്രദായത്തിലൂടെയും മുന്നോട്ട് പോകാം, ഏത് ആചാര്യനിലൂടെയും മുന്നോട്ട് പോകാം. അതൊന്നും ഒരു തെറ്റല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പ്രയത്നിക്കുന്ന യഥാർത്ഥ അറിവിനെ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അനേകമായിരം ആളുകളുണ്ട്. അനേകമായിരം ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ അനേകായിരം ആളുകൾ സിദ്ധിക്കായി പരിശ്രമിക്കുമ്പോഴും അതിൽ വളരെ വിരളമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ, 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ, അനേകായിരം പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാളിനൊക്കെ മാത്രമേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ അറിവിനെ അറിയുവാൻ അനേകായിരം ആളുകൾ പ്രയത്നിക്കുമ്പോൾ അതിൽ ഒരാളിനൊക്കെ മാത്രമേ ആ അറിവിനെ അറിയുവാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെ പല വിധത്തിലുണ്ട്. ഇപ്പോൾ ഈ ഭൗതികമായ ജീവിതം, ഈ ഭൗതികമായ സാഹചര്യങ്ങൾ, ഈ ഭൗതികമായി നമ്മൾ കാണുന്ന, നമുക്ക് സുഖം പ്രദാനം ചെയ്യുന്ന, ദുഃഖം പ്രദാനം ചെയ്യുന്ന പല വിധത്തിലുള്ള ഭൗതികമായിട്ടുള്ള അവസ്ഥകൾ, സാഹചര്യങ്ങൾ, വസ്തുക്കൾ ഒക്കെ ഉണ്ട്. ഇത് മാത്രമേ, ഈ സ്ഥൂലമായി നമ്മൾ കാണാൻ സാധിക്കുന്ന ഇത് മാത്രമേ ഈ ലോകത്തു സത്യമായിട്ടുള്ളൂ എന്ന് ചിന്തിച്ച് അതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരു വിഭാഗമുണ്ട്. അതുകൂടാതെ ഈ ഭൗതികമായ തലത്തിൽ ഈ കാണുന്നത് മാത്രമല്ല, അതിനെയെല്ലാം പ്രശോഭിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ചൈതന്യവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരമമായിട്ടുള്ള ഒന്നുണ്ട്. അതെന്താണെന്നറിയില്ല, അതുണ്ട്. പക്ഷെ അതിനെ തേടാനോ അതിനെ അറിയുവാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതുണ്ട് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. നേരത്തെ ആദ്യം പറഞ്ഞത് അതിനെക്കുറിച്ച് ചിന്തയേ ഇല്ലാത്ത ആളുകൾ. 2, അതിനെക്കുറിച്ച് അതുണ്ട് എന്ന് വിശ്വസിച്ച് എന്നാൽ അതിനെ തേടുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാതെ ഭൗതികമായ സാധാരണ ജീവിതം നയിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഭൗതികമായ
നമ്മൾ കാണുന്ന സ്ഥൂലമായിട്ടുള്ള സുഖവും ദുഃഖവും ഒക്കെ പ്രദാനം ചെയ്യുന്ന വിധത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് എങ്കിലും അതല്ലാതെ മറ്റൊരു പരമമായിട്ടുള്ള ശക്തി, പരമമായിട്ടുള്ള ചൈതന്യം, എല്ലാത്തിനെയും നിലനിർത്തുന്ന ആ പരമമായിട്ടുള്ള അറിവ്, ആ ബ്രഹ്മം എന്നൊക്കെ പറയാം, അത് ഉണ്ട് എന്നും അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഒന്ന്, ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, പക്ഷേ അത് തേടാൻ വേണ്ടിയിട്ടോ നേടാൻ വേണ്ടിയിട്ടോ പരിശ്രമിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് തേടണം അല്ലെങ്കിൽ നേടണം എന്ന ആഗ്രഹത്തോടു കൂടി അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വളരെ വിരളമായിട്ടുള്ള, വിരലിൽ എണ്ണാവുന്ന എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ അത് ഉണ്ട് എന്നും അതിനു വേണ്ടി പരിശ്രമിക്കുകയും നിതാന്തമായിട്ടുള്ള നൈരന്തര്യമായിട്ടുള്ള ആ പരിശ്രമത്തിലൂടെ അതിനെ അറിയുകയും ചെയ്യുന്ന ആളുകൾ. ഈ വിധത്തിൽ 4 വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അതാണ് ഈ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അനേകായിരം ആളുകൾ ഈ സിദ്ധിക്കായി കൊണ്ട്, അല്ലെങ്കിൽ ആ അറിവിനെ അറിയണം എന്ന ആഗ്രഹത്തോടുകൂടി നിരന്തരമായി പരിശ്രമിക്കുന്നു. പക്ഷേ അതിൽ വളരെ ഒരു 1-2 ആളുകൾക്ക് മാത്രമേ ആ പരമമായ അറിവിനെ അറിയാൻ സാധിക്കുകയും ആ അറിവായിത്തീരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. അത് വളരെ വിരളമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാകൂ. ആ സിദ്ധിയെ പൂർണ്ണമായി ആ സിദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കുന്നത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ, ചെറിയൊരു നമ്പർ എന്നുള്ള നിലയ്ക്കുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഇത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മവും നിഗൂഢവുമാണ് ഈ അറിവ് എന്നാണ്. അത് എല്ലാവർക്കും അതിനെ അറിയുവാൻ സാധിക്കുന്നില്ല, അതിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. വളരെ സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മതലത്തിൽ ചിന്തിക്കുന്ന, പരിശ്രമിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ അറിവിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന ആ അറിവിൻ്റെ ആ നിഗൂഢമായിട്ടുള്ള അവസ്ഥ, സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. നമസ്തേ.